കേരളത്തിലെ ഇൻഷുറൻസ് ഏജന്റുമാരെ, നിങ്ങൾ ഇത് കേൾക്കൂ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കേരളത്തിൽ ഇന്ന് ആയിരക്കണക്കിന് ഇൻഷുറൻസ് ഏജന്റുമാർ വർക്ക് ചെയ്യും. പക്ഷെ അതിൽ ഭൂരിഭാഗം ഇൻഷുറൻസ് ഏജന്റുമാരും ഇന്ന് സ്ട്രഗിൾ ചെയ്യും. എന്താണ് കാരണം? കൃത്യമായ ലീഡില്ല, ഫോളോ അപ്പ് ടഫാകും, ക്ലോസിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനത്തെ അത് ബാധിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണും. പക്ഷെ അത് ഡെയിലി ഉപയോഗിക്കണമെന്ന് മാത്രം. ഏതാണ് ആ ടൂൾ എന്നല്ലേ? വാട്സാപ്പ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടായ ലീഡ് ജനറേഷൻ ചെയ്യാനുള്ള, അത് പരിഹരിക്കാനുള്ള 4 പ്രൂവൺ വാട്സപ്പ് മെത്തേഡുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഉപകാരപ്രദമായ, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ 4,999 രൂപ വിലയുള്ള ഒരു ഫ്രീ ഗിഫ്റ്റ് ഞാൻ സൗജന്യമായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഇൻഷുറൻസ് കരിയറിൽ നിങ്ങൾക്ക് മികച്ച ക്ലയൻസിനെ നേടാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളും എഴുതിയെടുക്കാൻ വേണ്ട പെൻ ആൻഡ് പേപ്പർ റെഡിയാക്കി വെക്കുക. ഇത് തികച്ചും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ന് ട്രഡീഷണൽ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റ് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. 1, ഫോൺ കോൾ ചെയ്യുക. 2, വിസിറ്റിംഗ് കാർഡ് നൽകുക. 3, SMS ഓർ ഇമെയിൽ അയക്കുക. പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് പഴയ ആ ഓൾഡ് മെത്തേഡാണ്. നമ്മൾ ഇതിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ 80% ആൾക്കാരും SMS ഓ ഇമെയിലോ ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റർ ആയിട്ട് അവരുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യും. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം. ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. എന്ത്? വാട്സപ്പ് ഈക്വൽ ടു മോസ്റ്റ് പവർഫുൾ മാർക്കറ്റിംഗ് ടൂൾ. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കും. എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ വാട്സപ്പ് ഉണ്ടായിരിക്കുന്ന എനിക്കറിയാം. പക്ഷെ അത് എങ്ങനെ നമ്മുടെ ഇൻഷുറൻസ് മേഖലയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്നും നമുക്കിന്ന് നോക്കാം. നിങ്ങൾ ഒരു ഹാർഡ് വർക്കിംഗ് ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ആൾക്കാരെയായിരിക്കും. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമുക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിചയമില്ലാത്ത ആൾക്കാരുടെ പുറകെ പോകുന്നത്. നമുക്ക് ഈ പരിചയമുള്ള ആൾക്കാരെ എങ്ങനെ കോൺടാക്ട് ചെയ്യാനും അവരെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ആലോചിച്ചു. നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയാണ്. പിന്നെ വേണ്ടത് നമ്മൾ ഇവരിലേക്ക് ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ, അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് പെൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് പ്രായത്തിൽ അത് തുടങ്ങണം. ഇങ്ങനെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ പാസ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങളിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ലീഡുകളായി കൺവേർട്ട് ചെയ്യും. അതും 1 രൂപ പോലും ചെലവില്ലാതെ. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള, വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള 4 പ്രൂവൺ മെത്തേഡുകളെ കുറിച്ചാണ്. ഇത് ശ്രദ്ധിച്ച് കാണുക. പോയിന്റ് നമ്പർ 1, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഈസ് ഈക്വൽ ടു പ്രീ വിസിബിലിറ്റി. എന്താണ്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഡെയിലി ഒരു പോസ്റ്റ് വെച്ച് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കുക. അത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ കാണും, അല്ലേ? ഇന്നറിയാം, നമ്മളെ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 50-നും 100-നും ഇടയിലുള്ള ആൾക്കാരെങ്കിലും അത് കാണാറുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് ആണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് പോസ്റ്റ് ആണ് ഇവിടെ ഇടേണ്ടത്? ഒരിക്കലും സെയിൽസ് ഓറിയന്റഡ് ആയിട്ടല്ല, അല്ലെങ്കിൽ പോളിസിയെ കുറിച്ചുള്ള സ്റ്റാറ്റസുകളല്ല ഇവിടെ ഇടേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പം ഇൻഷുറൻസ് മേഖല, മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ടിപ്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഇടുക. ഉദാഹരണത്തിന്,
മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള 5 ഗുണങ്ങൾ, ഒരു ഫാമിലിക്ക് ലഭിക്കാവുന്ന 5 ഗുണങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ടെസ്റ്റിമോണിയൽ അല്ലെങ്കിൽ സക്സസ് സ്റ്റോറി, നിങ്ങളുടെ കയ്യിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു ഫാമിലിക്ക് സംഭവിച്ച നല്ല കാര്യം, അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം, അയാളുടെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ അവയർനെസ് കണ്ടന്റുകൾ, എന്താണ് റിട്ടയർമെന്റ് പ്ലാനുകൾ എടുക്കുമ്പോൾ ഏത് പ്രായത്തിൽ നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം, ഇതുപോലുള്ള ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴാണ് നിങ്ങൾക്കൊരു തമാശ അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, ഡെയിലി പോയിട്ട് മാസത്തിലൊരു പോസ്റ്റ് പോലും എനിക്ക് ഇടാനില്ല, പിന്നെ ഞാൻ എങ്ങനെ എല്ലാ ദിവസവും ഓരോ പോസ്റ്റ്? സൊല്യൂഷൻ ഉണ്ട്. യൂസ് ദ സിമ്പിൾ ടൂൾ കോൾഡ് ChatGPT. നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, അതും ഫ്രീ ആയി. അതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ChatGPT ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡിസൈൻ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഡിസൈൻ നോളജോ ഒന്നും ആവശ്യമില്ല. ChatGPT ഒരു ഫ്രീ ടൂളാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെയിലി എങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാം. ഞാൻ ChatGPTയിലേക്ക് പോയി. ChatGPTയിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് അതൊക്കെ വളരെ സിമ്പിൾ ആണ്. പിന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കാം. ഈ അക്കൗണ്ട് ഉണ്ടാക്കാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ വർക്ക് ചെയ്യുന്ന, ഉദാഹരണത്തിന് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ മേഖലയിൽ ബന്ധപ്പെട്ട ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പ്, ഉദാഹരണത്തിന് ഞാൻ എടുക്കുന്ന ഒരു ടിപ്പ്, ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കേണ്ട. ഉദാഹരണത്തിന് ഞാനിപ്പം 3 reasons to take health insurance policy on 2025. എന്തുകൊണ്ട് 2025 ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, അതിനുള്ള 3 കാരണം. ഈ ഒരു ടിപ്പ് ഉറപ്പായിട്ടും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുകയില്ല? തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യും. ഞാനത് ഇവിടെ ഓൾറെഡി ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. 3 reasons ഞാനടുത്ത് ChatGPTയിൽ പോയി 3 reasons to take health insurance policy in 2025. Give me the answer in bulleted points. Each one has title with 3 words and 1 subsection with 5 words. റീസൺസ് നിങ്ങൾ പറയാം. ഓരോ റീസണും ഒരു ടൈറ്റിൽ ഉണ്ടാവണം വിത്ത് 3 വേർഡ്സ്, അതുപോലെ സബ്സെക്ഷൻ ഉണ്ടാവണം വിത്ത് 5 വേർഡ്സ്. ഞാനിതിവിടെ കൊടുക്കും. റീസൺസ് തന്നു. മെഡിക്കൽ കോസ്റ്റ് റൈസിംഗ്, ട്രീറ്റ്മെന്റ് നൗ കോസ്റ്റ് മച്ച് മോർ, ഫാമിലി സേഫ്റ്റി നെറ്റ്, സെക്യൂർ ലവ്ഡ് വൺസ് ഫ്രം എമർജൻസീസ്, ടാക്സ് സേവിംഗ് ബെനിഫിറ്റ്സ്. അപ്പൊ നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ നോളജും വെച്ച് ഇത് ശരിയാണോ എന്ന് ഒന്നുകൂടെ അനലൈസ് ചെയ്യും. ChatGPT തന്നെ പറയുന്നത് 99% നമ്മൾ തരുന്ന ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും. ഇനി അത് റീചെക്ക് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അതിന്റെ യൂസേഴ്സ് ആയ നമുക്ക്. അപ്പൊ അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യും. ഇത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത കാര്യം ChatGPTയോട് പറയുകയാണ്. ഈ ChatGPT എന്ന് പറയുന്നത് എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പം കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാൻ നിൽക്കണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യം ഇത് തരുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ആവശ്യമുള്ള കാര്യം ഇത് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. എങ്ങനെ നല്ല രീതിയിൽ ChatGPT ഉപയോഗിക്കാമെന്ന് പിന്നെ പഠിക്കാം. ഓക്കെ, ഞാൻ രണ്ടാമത് കൊടുക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ നീഡ് ടു ക്രിയേറ്റ് എ, ഫസ്റ്റ് ഞാൻ ഇത് വായിക്കാം. ഐ നീഡ് ടു ക്രിയേറ്റ് എ വാട്സ്ആപ്പ് ഇമേജ് ബേസ്ഡ് ഓൺ ദ എബോവ് പോയിന്റ്സ്. ഈ 3 പോയിന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാട്സ്ആപ്പ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. പ്ലീസ് ക്രിയേറ്റ് ഇമേജ് ഫോർ ദ എബോവ് 3 പോയിന്റ്സ് വിത്ത് ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ. ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടൈറ്റിലും സബ് ടൈറ്റിലും യൂസ് ചെയ്യാം. ദ സൈസ് ഓഫ് ദ ഇമേജ് ഷുഡ് ബി സോ ആൻഡ് സോ. അതെന്താണെന്ന് പറഞ്ഞു. പ്ലീസ് ആഡ് സപ്പോർട്ടിംഗ് എലമെന്റ്സ് ഫോർ ദ ഇമേജ്. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണോ വേണ്ടത് അത് ആഡ് ചെയ്യുക. ആഡ് എ കേരള പേഴ്സൺ ഏജ്ഡ് 30 to 40 ലുക്കിംഗ് ഇൻട്രസ്റ്റിംഗ്ലി ഓൺ ദിസ്. വളരെ ഇൻട്രസ്റ്റോടെ ഈ ഒരു 3 പോയിന്റിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാൾ. ഇനി നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്യും. ടിക്ക്.
ചാറ്റ് GPT നമുക്ക് വേണ്ട ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? നിങ്ങൾക്ക് ഒരു ഡിസൈനിങ് നോളജ് പോലും ഇല്ലാതെ നിങ്ങളുടെ മേഖലയിലേക്ക് വേണ്ട ഒരു ഡിസൈൻ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. എന്താണ്? നിങ്ങളുടെ കമ്പനിയുടെ പേര്, നിങ്ങൾക്ക് ഏജൻസിയുടെ പേര്, ഞാനിപ്പോ XYZ എന്നാണ് പോകുന്നത്. പ്ലീസ് ക്രിയേറ്റ് എ ലോഗോ ഫോർ മൈ XYZ ഇൻഷുറൻസ് ഏജൻസി. നിങ്ങൾക്ക് ഓൾറെഡി ലോഗോ ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോഗോ ഇല്ലാത്തവർക്കാണ് ഒരു ലോഗോ കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ. ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോ ഒരു വൺ ലൈനിലാണ് ഇത് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ കൂടുതൽ ലോഗോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇതുപോലെ വേണം, ഏതെങ്കിലും വേറെ ലോഗോയുടെ ഫോട്ടോ എടുത്ത് ഇതുപോലെ വേണം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ലോഗോ ക്രിയേറ്റ് ചെയ്ത് തരും. എക്സാക്ട്ലി വേറൊരാളുടെ കോപ്പി അടിക്കരുത്. നമുക്ക് വേണ്ട ഓക്കെ ഇന്ന കാര്യങ്ങൾ വേണം, അല്ല അതിന്റെ കളർ ഇന്നതായിരിക്കണം, എല്ലാം പറയാം. നിങ്ങൾക്ക് ഈ ഇമേജിനും പറയാം ഇന്ന കളർ വേണം, അല്ലെങ്കിൽ ഇന്നത് വേണം, ഇന്നത് വേണം എന്നൊക്കെ നിങ്ങൾക്കും പറയാം. ഞാനിപ്പോ തൽക്കാലം പ്ലെയിൻ ആയിട്ട് കൊടുത്തു. നിങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിൽ ചെയ്യാവോ ഡീറ്റെയിൽ ചെയ്യാം. ഇതേപോലെ ഒരു ഇമേജ് ഇന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും മാർക്കറ്റിൽ നമുക്ക് ഏകദേശം 300 to 500 രൂപ ചെലവുണ്ട്, അല്ലേ? നമ്മൾ പറയും പലപ്പോഴും നമുക്ക് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് കൂട്ടുകാരുണ്ട്, കൂട്ടുകാർക്ക് കൊടുത്ത് ചെയ്യാം. പക്ഷെ ഡെയിലി ഒരു പോസ്റ്റർ ഉണ്ടെന്ന് പറയുമ്പം അവൻ ഫ്രീ ആയിട്ട് ചെയ്ത് തരും? ഇല്ല. എന്തായാലും നമ്മളൊരു കമ്പനിയെ ആശ്രയിക്കേണ്ടി വരും. ഇന്നൊരു കമ്പനിയെ നിങ്ങൾ ആശ്രയിക്കേണ്ട, തികച്ചും ഫ്രീ ആയിട്ട് 1 രൂപ കൊടുക്കാതെ, 1 രൂപ ചെലവില്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ലോഗോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ലോഗോ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ഇമേജസ്. ഞാൻ ഓൾറെഡി ലോഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഗോ 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഇമേജിലേക്ക് നമുക്ക് ലോഗോ ആഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിങ്ങനെ ഇവിടെ താഴെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യം വരും. നമുക്ക് എന്തൊക്കെയോ അപ്ലോഡ് ചെയ്യും. നമ്മളിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ച ആ ലോഗോ അപ്ലോഡ് ചെയ്തു. ലോഗോ ഇട്ടു. ഇനി നിങ്ങളുടെ കയ്യിൽ ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ ഇവിടുത്തെ ആ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ എന്താ പറയാ? നമ്മൾ പറയുന്നത് പ്ലീസ് ആഡ് ദിസ് ലോഗോ ഇൻ ടു ദ ഇമേജ് അറ്റ് ടോപ്പ് ലെഫ്റ്റ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമ്മൾ ഈ ലോഗോ എടുത്ത് ഈ ഇമേജിന്റെ ടോപ്പ് ലെഫ്റ്റിൽ ആഡ് ചെയ്യണം. രണ്ടാമത്തെ പറഞ്ഞ എന്താ? പ്ലീസ് ആഡ് മൈ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 അറ്റ് ദ ബോട്ടം കൊടുത്തു. എൻറോൾ. നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി 1 രൂപ ചെലവില്ലാതെ, ഡിസൈനിങ് നോളജ് ഇല്ലാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ചില വീഡിയോയിൽ, എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇത്രക്ക് സിമ്പിൾ ആയിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ ചിന്തിക്കുക. വളരെ ഈസിയാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാര് മലയാളീസ് ആണ്, അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നവരാണ്, കൂടുതലും വായിക്കുന്നവരാണ്. അപ്പൊ മലയാളത്തിൽ ഇത് ചെയ്യാൻ പറ്റൂ? നിങ്ങൾക്ക് ഈ പോസ്റ്റേഴ്സ് മലയാളത്തിൽ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മലയാളത്തിൽ വേണമെന്നുള്ള കാര്യങ്ങൾ പറയൂ. തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്ത് കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ആ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത പോസ്റ്റേഴ്സ് ഡെയിലി നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. അപ്പൊ അത് നമുക്ക് ഷെയർ, ഒരുപാട് ആൾക്കാർ കാണുന്നു, നമ്മുടെ വിസിബിലിറ്റി കൂടുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, വാട്സപ്പിൽ ഒരു ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ്. പോയിന്റ് നമ്പർ 2, ബ്രോഡ്കാസ്റ്റ് ഈസ് ഈക്വൽ ടു മോർ റീച്ച്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം, നമ്മളിപ്പോ സാധാരണ ഒരു വാട്സപ്പ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു, അത് നമ്മളെ ഒരുപാട് ആൾക്കാർക്ക് അയക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ആളുടെയും
വാട്സപ്പിലേക്ക് പോയി നമ്പറിലേക്ക് പോയി അവർക്കെടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരുപാട് സമയം എടുക്കും. ഒരു 10 പേർക്ക് അല്ലെങ്കിൽ 20 പേർക്ക് ഒരേ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ആളുടെ നമ്പർ സെലക്ട് ചെയ്യണം, അവിടെ പോകണം, ഇത് പേസ്റ്റ് ചെയ്യണം, സമയം എടുക്കും. ഇതിന് പകരം ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ 256 പേർക്ക് അറ്റ് എ ടൈം നമുക്ക് ഒരു മെസ്സേജ്, സെയിം മെസ്സേജ് 256 പേർക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് വെച്ച് നമുക്ക് അയക്കാം വിത്തൗട്ട് ഗ്രൂപ്പ് ഡിസ്റ്റർബൻസ്. അതെന്താ, ഗ്രൂപ്പിലേക്ക് അയക്കുമ്പം നമ്മുടെ മെസ്സേജ് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ 256 ആൾക്കാരെ നിങ്ങൾക്കൊരു വേറൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, അതിനെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനിയും വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് നോക്കി പഠിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കമന്റ് ചെയ്യും. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് വാട്സപ്പിൽ എങ്ങനെ ഇൻഷുറൻസ് മേഖലയ്ക്ക് ആവശ്യമായ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ള അതിന് വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ കമന്റിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, വോയിസ് നോട്ട് ഫോളോ അപ്പ് ഈക്വൽ ടു പേഴ്സണൽ ടച്ച്. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. മുന്നിൽ വന്ന കസ്റ്റമർ നമ്മുടെ വിസിബിലിറ്റി കണ്ടു, നമ്മുടെ ക്രെഡിബിലിറ്റി കണ്ടു, നമ്മുടെ പോസ്റ്റേഴ്സ് കണ്ടു, നമ്മളെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാം, സംശയങ്ങൾ ചോദിച്ചേക്കാം, നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാം കഴിഞ്ഞു, സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഫോളോ അപ്പ് ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് എന്തായിരിക്കും, ഫോണിലൂടെ ഫോളോ അപ്പ് ചെയ്യാനായിരിക്കും. അവിടെ കസ്റ്റമർ നിങ്ങളുടെ കോള് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് ഇല്ല. ഇന്നത്തെ ഫാക്ട് തെളിയിക്കുന്നത് 95% ചാൻസ് ഉണ്ട് വോയിസ് നോട്ട് അവരിലേക്ക് എത്താൻ. 95% ചാൻസ്. മറ്റേത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഇപ്പൊ 95% ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇനി ഇൻ കേസ് അയാളത് കേട്ടു, നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് സ്ട്രൈക്ക് ആയാൽ അങ്ങനെയും സംഭവിക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വോയിസ് നോട്ട്സ് ഉപയോഗിക്കുക. ഫോർത്ത് പോയിന്റ്, സെറ്റിംഗ് വാട്സപ്പ് കാറ്റലോഗ്. ഇന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ 2 ടൈപ്പ് വാട്സപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് വാട്സപ്പ്. രണ്ടാമത്തെ വാട്സപ്പ് ബിസിനസ് ആണ്. പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് ബിസിനസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ് വാട്സപ്പ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ പ്രൊഫൈൽ അവിടെ സെറ്റ് ചെയ്യാം. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽ അല്ല സെറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഫൈലും കാര്യങ്ങളും സെറ്റ് ചെയ്യും. കമ്പനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് സെറ്റ് ചെയ്യാം. അവിടെ കമ്പനിയുടെ പ്രൊഡക്റ്റ്, സർവീസ്, അതുപോലെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾ അവിടെ ആഡ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആഡ് ചെയ്യാം. ഈ കാറ്റലോഗ് നാളെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ആക്ച്വലി ഇത് ഒരു ഓൺലൈൻ ബ്രൗസർ ആയിട്ട് വർക്ക് ചെയ്യും. എല്ലാ ടൈമും നിങ്ങൾ ഓരോ കസ്റ്റമർ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടുന്ന് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഈ ലിങ്ക് എടുത്തു കൊടുത്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് പ്രൊഫൈൽ സെറ്റ് ചെയ്യും. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് അത് നോർമലി യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് ഇൻഷുറൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഒരു വീഡിയോ ചെയ്യും. ഞാൻ ആ വീഡിയോ ചെയ്യാത്തത് നോർമലി ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായി. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 4 പോയിന്റുകൾ. ഇത് ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് കരിയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക, മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ല. ഇത് കൺസിസ്റ്റന്റ് ആയി ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. പിന്നെ നിങ്ങൾ എടുത്തു നോക്കുക, വെറുതെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് വാട്സപ്പ് യൂസ് ചെയ്യുന്നു. ഇനി കേരളത്തിലേക്ക് വന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 2 കോടി മുകളിൽ ആൾക്കാർ ഇന്ന് കേരളത്തിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നു. അതിൽ വലിയൊരു ശതമാനം 65% ആൾക്കാരും ബിസിനസ് ഡിസിഷൻ എടുക്കുന്നത് വാട്സപ്പിന്റെ ക്രെഡിബിലിറ്റി നോക്കിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇനി മടിച്ചു നിൽക്കരുത്. ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇതൊരു സിമ്പിൾ സ്റ്റെപ്പാണ്, ഇന്ന് തന്നെ നിങ്ങൾ അത് പ്രാവർത്തികമാക്കി തുടങ്ങും. ഇൻഷുറൻസ് ഏജന്റായ നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജന്റ്സ് ഒക്കെ കോൾഡ് കോൾ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് ഷെയർ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് പുറകെ പോകും. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ഇൻഷുറൻസ് ഏജന്റ്സ് വാട്സപ്പ് മെസ്സേജ്, വോയിസ് മെസ്സേജസ്, അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് എന്നിവയിലൂടെ കസ്റ്റമറിനെ ടാപ്പ് ചെയ്യും. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വൈകിട്ടില്ല, നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡെയിലി ഒരു സ്റ്റാറ്റസ് ഇടൂ.
വീക്കിലി ഒരു എഡ്യൂക്കേഷണൽ റീൽ ചെയ്യൂ, മന്ത്ലി ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് റെഡിയാക്കും. നിങ്ങളുടെ ഇൻഷുറൻസ് കരിയറിൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 4 മെത്തേഡുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങും. നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോ മുഴുവനായി കണ്ടു തീർക്കുന്നവർക്ക് 4,999 രൂപ ലഭിക്കുന്ന ഒരു സൗജന്യ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും തികച്ചും ഇൻഷുറൻസ് ഏജന്റ്സിന് ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. 2 ഫ്രീ കോഴ്സുകളാണ് ഇന്ന് ഇവിടെ ഫ്രീ കോഴ്സുകളാണ് നൽകുന്നത്. ഒന്ന് AI വീഡിയോ ക്രിയേഷൻ ഫോർമുല, 2 പോസ്റ്റർ മാജിക് ബ്ലൂ പ്രിന്റ്. ഇതെന്താണെന്ന് വ്യക്തമാക്കാം. ഇന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഡെയിലി ഒരു സ്റ്റാറ്റസ് ചെയ്യുക, വീക്കിലി ഒരു ഇൻഫർമേഷൻ എഡ്യൂക്കേഷണൽ റീല് ചെയ്യുക. ഈ റീല് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വീഡിയോ വേണം. എങ്ങനെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യും? AI ഉപയോഗിച്ച് ഇന്ന് പൈസ ചെലവില്ലാതെ അല്ലെങ്കിൽ ഒരു രൂപ പോലും ചെലവാക്കാതെ നമുക്ക് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു കോഴ്സാണ് AI വീഡിയോ ക്രിയേഷൻ ഫോർമുല. അത് നിങ്ങൾക്ക് സൗജന്യമായി തരുന്നതായി. 2 പോസ്റ്റർ മാജിക് ബ്ലൂ പ്രിന്റ്. ഇപ്പോൾ നമ്മൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതാണ് കണ്ടത്. നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ട പോസ്റ്ററുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കോഴ്സാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടാമതായി ഷെയർ ചെയ്യും. ഇനി ഇത് എങ്ങനെ ലഭിക്കും? നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇൻഷുറൻസ് പോളിസി പ്രണേഴ്സ് ഹബിന്റെ പേജുകളുണ്ട്. അവിടെ വരിക, ആ പേജ് ഫോളോ ചെയ്യുക. അതിനുശേഷം അവിടെ നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അറിയിക്കുക. അതിനുശേഷം എങ്ങനെ നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കും എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നത്. ഈ കോഴ്സ് തികച്ചും ഫ്രീ ആണ്. എന്തു തന്നെയായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റിന് ഇത് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റിനെ ടാഗ് ചെയ്യും.